നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മേടം മുതൽ ധനു വരെയുള്ള രാശിക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു. 2024 എല്ലാവർക്കും നല്ല വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ മകരക്കൂറുകാരുടെ 2024 പുതുവർഷ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിക്കുന്നത്. ആദ്യം നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഓടിച്ചു പറഞ്ഞു പോകാം. അതിനുശേഷം പ്രത്യേകം വിഷയങ്ങളായിട്ട് വിശദീകരിച്ച് പറയാം. ധനം, പ്രവൃത്തി, ആരോഗ്യം, കുടുംബ ബന്ധങ്ങൾ, വിദ്യാഭ്യാസ കാര്യങ്ങൾ തുടങ്ങിയ വിശേഷ ഫലങ്ങളെ നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനം കൂടിയേ തീരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് കൂടി ഒന്ന് അറിയിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. മകരക്കൂറിന്റെ അധിപനായിട്ടുള്ള ശനി വർഷം മുഴുവൻ 2ാം ഭാവത്തിൽ നിൽക്കുകയാണ്. 2ാം ഭാവാധിപനായിട്ടുള്ള ശനി 2ൽ നിൽക്കുന്നത് പൊതുവെ ഗുണം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് മുന്നോട്ട് പോകാൻ മകരക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. 3ാം ഭാവത്തിൽ രാഹുവും 4ൽ വ്യാഴവും 9ാം ഭാവത്തിൽ കേതുവും ഒക്കെ നിൽക്കുന്ന ഗ്രഹസ്ഥിതിയാണ്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. തൊഴിലിലൊക്കെ മുന്നേറാൻ വർഷത്തിന്റെ ആരംഭത്തിൽ മകരക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. വർഷത്തിന്റെ 2ാം പകുതിക്ക് ശേഷം സന്താനങ്ങളുടെ കാര്യത്തിലും കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലും പ്രേമബന്ധങ്ങളുടെ കാര്യത്തിലുമൊക്കെ നല്ല ഫലങ്ങൾ മകരക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. ദേഷ്യം നിയന്ത്രിക്കുക, ആരോഗ്യ കാര്യങ്ങളെ ഒരു കരുതലെടുക്കുക. അങ്ങനെ വരുമ്പോൾ 2024 മികച്ച വർഷമായിരിക്കും മകരക്കൂറുകാരെ സംബന്ധിച്ച്. നമുക്കിനി ഓരോരോ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പഠിക്കാം. ആദ്യം നമുക്ക് ധനപരമായിട്ടുള്ള 2024 അവസ്ഥയൊന്ന് പരിശോധിക്കാം. വർഷത്തിന്റെ ആരംഭം നല്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വരുമാനം മെച്ചപ്പെടുന്നതും സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമാകുന്നതുമാണ്. 2ാം ഭാവാധിപൻ സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് തന്നെ ധനം സമ്പാദിക്കാനുള്ള പ്രവണതയ്ക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതാണ്. ഭാഗ്യവും വർദ്ധിക്കുന്നതാണ്. എന്നാൽ ചെലവുകളും അതോടൊപ്പം വർദ്ധിക്കാൻ സാഹചര്യമുണ്ട്. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. അനുകൂല ഗ്രഹസ്ഥിതികളെല്ലാം മൂലം സാമ്പത്തികത്തിൽ സുസ്ഥിരത ഉണ്ടാകാൻ 2024 സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ പ്രവർത്തന മേഖലയൊന്ന് നോക്കാം. തൊഴിൽ രംഗത്ത് വിജയകരമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും. വ്യാഴത്തിന്റെ 10ലേക്കുള്ള ദൃഷ്ടിയൊക്കെ തൊഴിലില് നല്ല മികച്ച അവസരങ്ങളും നേട്ടങ്ങളും നൽകുന്നതാണ്. കഠിനാധ്വാനം ചെയ്യാനും ആത്മാർത്ഥതയോടുകൂടി ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഒക്കെ സാധിക്കുന്ന സമയമാണ്. ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നതിനും സാഹചര്യമുണ്ടാകും. 3ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് തന്നെ തൊഴിലിൽ പല വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതൊക്കെ ഏറ്റെടുത്ത് ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി അതൊക്കെ വിജയിപ്പിക്കാനും സാധിക്കുന്നതാണ്. സ്ഥാനക്കയറ്റത്തിനും സ്ഥലം മാറ്റത്തിനും ഒക്കെ ഏപ്രിൽ മാസത്തിനും ഓഗസ്റ്റ് മാസത്തിനും ഇടയിൽ സാഹചര്യങ്ങൾ വന്നേക്കാം. തൊഴിലൊക്കെ മാറാൻ ആഗ്രഹിക്കുന്ന മകരക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ആരോഗ്യകാര്യത്തെ ഒന്ന് നോക്കാം. 2024 മകരക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യപരമായി ഭാഗ്യമുണ്ടാകുന്ന വർഷം തന്നെയാണ്. വർഷം മുഴുവൻ രാശ്യാധിപനായിട്ടുള്ള ശനി സ്വക്ഷേത്ര ബലവാനാണ്. 4ലെ വർഷാരംഭത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതിയും ശാരീരിക പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായകരമാകുന്നതാണ്. എന്നിരുന്നാലും ജീവിതശൈലി രോഗങ്ങളെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. രാശ്യാധിപൻ ശനി ആയതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാനും മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിനുമൊക്കെ സാഹചര്യമുണ്ട്. 7 ശനിക്കാലമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ ആരോഗ്യം മെച്ചമാകുന്നതുമാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ കുടുംബപരമായിട്ടുള്ള 2024 അവസ്ഥയൊന്ന് പരിശോധിക്കാം. 2ാം ഭാവത്തിൽ ശനിയാണ്. 4ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലും 2024 മകരം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ നൽകുന്ന സമയമാണ്. എന്നാൽ സഹോദരങ്ങളുടെ ആരോഗ്യം ഒക്കെ മോശമാകാനുള്ള സാധ്യതയുണ്ട്. സഹോദര തുല്യരായിട്ടുള്ളവർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിലും അല്പസ്വല്പമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാഹചര്യമുണ്ട്. അതൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. തർക്കം വഷളാകാതിരിക്കാൻ വാക്കും പ്രവൃത്തിയും ഒക്കെ ഒന്ന് നിയന്ത്രിക്കുക. സത്യസന്ധമായിട്ട് പെരുമാറുമ്പോൾ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന വർഷമാണ്. പല വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ അലസത ഉണ്ടായി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ 2024 അവസ്ഥയൊന്ന് പരിശോധിക്കാം. മകരക്കൂറുകാരെ സംബന്ധിച്ച് 5ാം ഭാവാധിപൻ ശുക്രനാണ്. അതുകൊണ്ട് തന്നെ മകരക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച്
ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ് 2024 എന്ന് തന്നെ പറയണം. ശനിയുടെ 2-ലെ സ്ഥിതിയൊക്കെ പഠനത്തിൽ അലസത ഉണ്ടാകുന്നതിന് കാരണമായേക്കാം. 7ര ശനിക്കാലം കൂടിയാണ്. എന്നാൽ അതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന പക്ഷം വിജയം നേടാനും സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് പുതുവർഷത്തിൽ ഫലമായി വരാൻ സാഹചര്യമുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്ത ദിവസം നമുക്ക് കുംഭം, മീനൻ രാശിക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.